ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എക്കോസിസ്റ്റമാണ്. എക്കോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം നമുക്കറിയാം എന്താണ്, ലിവിങ് ഓർഗാനിസംസ്, നമ്മൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററിൽ. അതിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നാച്ചുറൽ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഓർഗാനിസമാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നാച്ചുറൽ ലിവിങ് പ്ലേസ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റംസ്. ടെറസ്ട്രിയൽ മീൻസ് ലാൻഡ് എക്കോസിസ്റ്റംസ് ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഫോറസ്റ്റ്, ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്, ഇതെല്ലാം എന്താണ്, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റംസ് ആണ്. നെക്സ്റ്റ് വൺ അക്വാട്ടിക് എക്കോസിസ്റ്റംസ്. നമുക്കറിയാം സീ, പിന്നെ എന്താണ് നമ്മുടെ ഹിൽ ആൻഡ് വാട്ടർ ബോഡീസ്, പോണ്ട്, ലേക്ക്, വെറ്റ്ലാൻഡ്സ്, ഇതെല്ലാം അക്വാട്ടിക് എക്കോസിസ്റ്റംസ് ആണ്. അപ്പോൾ എക്കോസിസ്റ്റംസ് ആർ ഓഫ് ടു ടൈപ്സ്: ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റംസ്. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള 4 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം ആണ് ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം ഹാസ് 4 components. They are productivity, decomposition, energy flow and nutrient cycling. പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻറ്റ് സൈക്ലിംഗ്. ഇങ്ങനെ 4 പോയിന്റ്സ് ആണ് എക്കോസിസ്റ്റത്തിൽ വരുന്ന കമ്പോണൻസ്. ഫസ്റ്റ് വൺ നോക്കുക, പ്രൊഡക്ടിവിറ്റിയാണ് നമുക്ക് ആദ്യത്തെ പോയിന്റ്. പ്രൊഡക്ടിവിറ്റി Productivity is the process of production of energy or biomass. Is the process of production of energy or biomass is called productivity. നമുക്കറിയാം നാച്ചുറലി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഗ്രീൻ പ്ലാന്റ്സ് ആർ ദി ആട്ടോട്രോഫ്സ്. ആട്ടോട്രോഫ്സ് ആണ് സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അവർ എനർജി ഓർ ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. ദിസ് പ്രൊഡക്ടിവിറ്റി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 types. They are primary productivity and secondary productivity. Productivity, 2 types: primary productivity and secondary productivity. So, primary productivity is the process of production of energy or biomass by green plants through photosynthesis. ശരിക്കും ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രീൻ പ്ലാന്റ്സ് മാത്രമാണ്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിനാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഇസ് എ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എനർജി ഓർ ബയോമാസ് ബൈ ഗ്രീൻ പ്ലാന്റ്സ് ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഈ ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് അടുത്ത് കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് മാൻ. ആ കൺസ്യൂമർ ലെവലിലേക്ക് എത്തുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ കൺസ്യൂമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. കൺസ്യൂമർ ശരിക്കും പ്രൊഡ്യൂസ് അല്ല ചെയ്യുന്നത്, ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്ന ഫുഡ് നമ്മൾ എടുക്കുകയാണ് ത്രൂ ദ പ്രോസസ് ഓഫ് ഫുഡ് ചെയിൻ. ആ ഫുഡ് ചെയിനിലൂടെ ആ ഫുഡ് മെറ്റീരിയൽസ് കൺസ്യൂമർ ലെവലിലേക്ക് എത്തുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2: പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഈസ് ദി ആക്ച്വൽ പ്രോസസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് കോൾഡ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ആ ഗ്രീൻ പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യുന്നത് അനിമൽസിലേക്ക് എത്തുമ്പോൾ, അനിമൽസ് മീൻസ് ഹെർബിവോർസ്, കാർണിവോർസ് തുടങ്ങിയ കൺസ്യൂമേഴ്സിലേക്ക് എത്തുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. നെക്സ്റ്റ് വൺ നോക്കുക, ദിസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2. പ്രൈമറി പ്രൊഡക്ടിവിറ്റി വീണ്ടും രണ്ടായി തിരിക്കാം. ഒന്ന് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ 2 types of primary productivity: gross primary productivity and net primary productivity. ഫോട്ടോസിന്തസിലൂടെയാണ് ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ത്രൂ ഫോട്ടോസിന്തസിലൂടെ പ്ലാന്റ്സ് ടോട്ടൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്ത് എത്രയാണോ ഇറ്റ് ഈസ് കാൾഡ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ടോട്ടൽ എനർജി ഓർ ബയോമാസ് പ്രൊഡ്യൂസ്ഡ് ഈസ് കാൾഡ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ടോട്ടൽ ഫുഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ് ത്രൂ ഫോട്ടോസിന്തസിസ്, അവരാകെ എത്ര ഫുഡ് പ്രൊഡ്യൂസ് ചെയ്തു ഗ്രീൻ പ്ലാന്റ്സ്, ഇറ്റ് ഈസ് കാൾഡ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മീൻസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഫുഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ്. ഇനി ഈ ഗ്രീൻ പ്ലാന്റ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരു കൺസിഡറബിൾ എമൗണ്ട്, ഒരു മേജർ എമൗണ്ടും പ്ലാന്റ്സ് റെസ്പിറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് യൂസ് ദി ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഫോർ ദെയർ റെസ്പിറേഷൻ. അനിമൽസിന് ഉള്ളതുപോലെ മറ്റ് മൂവ്മെൻറ്റ്സോ കോംപ്ലക്സ് മെറ്റബോളിക് ആക്ടിവിറ്റീസോ പ്ലാന്റ്സിനില്ല. അവർ ചെയ്യുന്നത് മെയിനായിട്ട് എനർജി ഉപയോഗിക്കുന്നത് റെസ്പിറേഷന് വേണ്ടിയിട്ടാണ്. ആ റെസ്പിറേഷൻ വേണ്ടി ഉപയോഗിച്ചിട്ട് ബാക്കി ഒരു എന്നാണ് പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യുക. ആ ബാക്കി സ്റ്റോർ ചെയ്യുന്നതാണ് ഏത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ ടോട്ടൽ ഫുഡ് പ്രൊഡ്യൂസ്ഡ് ഈസ് കോൾഡ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. A considerable amount of gross primary productivity is used by plants for their respiration. എന്നിട്ട് ബാക്കി റിമെയിൻ ചെയ്യുന്നതിനാണ് എന്ത് പേര് പറയുക, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുക. അപ്പോൾ ഒരു ഇക്വേഷൻ പഠിക്കാം. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി GPP മൈനസ് R ഈസ് ഈക്വൽ ടു NPP. ടോട്ടൽ ഫുഡ് പ്രൊഡ്യൂസ്ഡ് ഈസ് കോൾഡ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ദേ ആർ യൂസ്ഡ് ഫോർ റെസ്പിറേഷൻ. ബാക്കി റിമെയിൻ ചെയ്യുന്നതാണ് ഏത്, NPP, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഈ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാണ് കൺസ്യൂമേഴ്സിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുക. അപ്പോൾ ഇക്വേഷൻ ഓർത്ത് നോക്കിയാൽ GPP മൈനസ് R ഇസ് ഈക്വൽ ടു NPP. അപ്പോൾ ഫസ്റ്റ് വൺ പ്രൊഡക്ടിവിറ്റിയിൽ ഇത്രയും തന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റത്തിൽ ഫസ്റ്റ് പോയിന്റ് ഈസ് കോൾഡ് പ്രൊഡക്ടിവിറ്റി. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, പ്രൊഡക്ടിവിറ്റി. പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എനർജി ഓർ ബയോമാസ് ഈസ് കോൾഡ് productivity, can be divided into two primary and secondary. Green plants photosynthesis produce is called primary productivity. Consumer level secondary productivity. Primary productivity two types are divided: gross primary productivity and net primary productivity. Photosynthesis plants produce the total amount of energy or biomass or food production is called gross primary productivity. That അവർ റെസ്പിറേഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ ബോഡിയിൽ എനർജി യൂസ് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടും മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. പ്ലാന്റ്സിൽ അതൊന്നുമില്ല, റെസ്പിറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഇവർ സ്റ്റോർ ചെയ്യുന്നതിനാണ് എന്ത് പേര് പറയുക, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇക്വേഷൻ നോക്കുക, GPP മൈനസ് R ഇസ് ഈക്വൽ ടു NPP. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് ആയി പ്രൊഡക്ടിവിറ്റി. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് second point is decomposition. Decomposition is very important question in this chapter. Decomposition is the Decomposition is the breakdown of complex organic materials into simple inorganic molecules. നമുക്കറിയാം ഡീകമ്പോസിഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ന്യൂട്രിയൻസ് ആണ് പ്ലാന്റ്സ് മിനറൽസ് ആയിട്ട് അബ്സോർബ് ചെയ്യുക. അങ്ങനെ മിനറൽസ് ആകുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ഇനോർഗാനിക് മോളിക്യൂൾസ്. അപ്പോൾ കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഇനോർഗാനിക് മോളിക്യൂൾസ് ആകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീകമ്പോസിഷൻ. നമുക്കറിയാം നോർമലി ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആൻഡ് ഫംഗസുകളാണ്. ബാക്ടീരിയ ആൻഡ് ഫംഗസ് ആണ് കോമൺലി നോൺ ആസ് ഡീകമ്പോസേഴ്സ്. അവരാണ് എന്ത് ചെയ്യുക, കോംപ്ലക്സ് ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഇനോർഗാനിക് മോളിക്യൂൾസ് ആക്കി മാറ്റുക. ആ ഇനോർഗാനിക് മോളിക്യൂൾസ് ആണ് നമ്മൾ മിനറൽസ് എന്ന് പറയുക. പ്ലാന്റ്സ് അതിനെ മിനറൽ ഫോമിലാണ് അബ്സോർബ് ചെയ്യുക. ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, ഇങ്ങനെ പലതരത്തിൽ അതിനെ അബ്സോർബ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് എന്ത് പേര് പറയുക, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുക. പ്രൊഡക്ടിവിറ്റി അല്ല, ഡീകമ്പോസിഷൻ. അപ്പോൾ ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷൻ. ആ സ്റ്റെപ്സ് പഠിക്കുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം ആദ്യം പഠിക്കണം. നോക്കുക, ഡെട്രിറ്റസ്. ഡീകമ്പോസിഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നടക്കും, നമ്മളിപ്പോൾ എന്തെങ്കിലും ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ അതിൽ ആദ്യമായിട്ട് ബാക്ടീരിയകളല്ല വർക്ക് ചെയ്യുക, അതിൽ മറ്റു ചില ഓർഗാനിസംസാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഡീകമ്പോസിഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഡെട്രിറ്റസ് ഫോം ചെയ്യണം. അപ്പോൾ വാട്ട് ഈസ് ഡെട്രിറ്റസ് ഓർ അതർവൈസ് നോൺ ആസ് ലിറ്റർ ഓർ ഡെട്രിറ്റസ് എന്ന് പറഞ്ഞാൽ ഫ്രഷ്ലി ഡെഡ് ആൻഡ് പാർഷ്യലി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ ഇസ് കാൾഡ് ഡെട്രിറ്റസ്. ഫ്രഷ്ലി ഡെഡ് ആൻഡ് പാർഷ്യലി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ. എന്തായാലും ചത്ത് കിടക്കുകയാണെങ്കിൽ, മീൻസ് ഡെഡ് ബോഡീസ് ഉണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയ ആൻഡ് ഫംഗസ് ഡീകമ്പോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൽ പുഴുക്കൾ വരികയോ ഉറും വരികയൊക്കെയാണ് ചെയ്യുക.
അപ്പോൾ അതാണ് ആ ഡെഡ് ബോഡിയെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഫസ്റ്റ് വൺ ബ്രേക്ക് ഡൗൺ ചെയ്യുക. അതാണ് ഫ്രഷ്ലി ഡെഡ് ആൻഡ് പാർഷ്യലി ഡീകമ്പോസ്ഡ്. അത് കംപ്ലീറ്റ് ഡീകമ്പോസേഷൻ നടക്കണമെങ്കിൽ ഡീകമ്പോസേഴ്സ് വർക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഡെഡ് ബോഡീസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഡെട്രിറ്റസ് ഫീഡർ എന്നറിയപ്പെടുന്നവരാണ്. ഡെട്രിറ്റസ് ഫീഡർ ഓർ ഡെട്രിറ്റിവോർ, ഹെർബിവോർ, കാർണിവോർ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഡെട്രിറ്റസ് ആഹാരമാക്കുന്നവരെ പറയുന്ന പേരാണ് ഡെട്രിറ്റിവോർസ് ഓർ ഡെട്രിറ്റസ് ഫീഡർ എന്ന് പറയാം. വാട്ട് ഈസ് ഡെട്രിറ്റസ് ഓർ ലിറ്റർ മീൻസ് ഫ്രഷ്ലി ഡെഡ് ആൻഡ് പാർഷ്യലി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ ഈസ് കാൾഡ് ഡെട്രിറ്റസ്. ഈ ഡെട്രിറ്റസിലാണ് ആര് വർക്ക് ചെയ്യുക? ഡീകമ്പോസേഴ്സ് വർക്ക് ചെയ്യുന്നതും ഡീകമ്പോസിഷൻ എന്ന പ്രോസസ് കംപ്ലീറ്റ് ആകുന്നതും. അപ്പോൾ ഫസ്റ്റ് വൺ ഓർക്കുക. അപ്പോൾ ഡെട്രിറ്റിവോർസിന് എക്സാമ്പിളാണ് ആൻസ്, എർത്ത്വം, ടെർമൈറ്റ്സ്, ചിതലുകൾ, പിന്നെ വെള്ളത്തിലൊക്കെ ആണെങ്കിൽ ക്രാബ്. ഇതൊക്കെ എന്താണ്? ഡെട്രിറ്റസ് ഫീഡേഴ്സ് ഓർ ഡെട്രിറ്റിവോർസ് ആണ്. അപ്പോൾ ബൈ ദെയർ ആക്ഷൻ ആ ഡെഡ് ബോഡി പാർഷ്യലി ഡീകമ്പോസ് ചെയ്യും. ആ ഡീകമ്പോസ് ചെയ്തതിന് ശേഷമാണ് ബാക്ടീരിയ ഓർ ഫംഗസ് ഡീകമ്പോസ് ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് ഡെട്രിറ്റസ് ഒന്നുകൂടെ നോക്കാം. ഡെട്രിറ്റസ് ഈസ് ദി ഫ്രഷ്ലി ഡെഡ് ആൻഡ് പാർഷ്യലി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ. Organisms that help to produce detritus are called detritus feeder or detritivore. ആൻഡ്സ്, ടെർമൈറ്റ്സ്, ക്രാബ് ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത് പറയുന്നത് നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. നമുക്ക് ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഡീകമ്പോസിഷന് ഇങ്ങനെ 5 സ്റ്റെപ്സ് ആണുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഫ്രാഗ്മെൻറ്റേഷൻ, സെക്കൻഡ് ലീച്ചിങ്, തേർഡ് കാറ്റബോളിസം, ഫോർത്ത് ഹ്യൂമിഫിക്കേഷൻ ആൻഡ് ഫൈനലി മിനറലൈസേഷൻ. ഇങ്ങനെ 5 സ്റ്റെപ്സ് ആണ് ഡീകമ്പോസിഷനുള്ളത്. ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഡെഡ് ബോഡീസിൽ ആദ്യം വർക്ക് ചെയ്യുന്നത് ഡീകമ്പോസേഴ്സ് അല്ല, പകരം ഡെട്രിറ്റസ് ഫീഡേഴ്സ് ഓർ ഡെട്രിറ്റിവോർസ് ആണ്. ബൈ ദെയർ ആക്ഷൻ ആ ഡെഡ് ബോഡി പാർഷ്യലായിട്ട് ഡീകമ്പോസ് ചെയ്യും. ആ വസ്തുവിൻ്റെ പേര് നമ്മൾ പഠിച്ചു ഡെട്രിറ്റസ്. ഇങ്ങനെ ഡെട്രിറ്റസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പേര് പറയുക? ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുക. അപ്പോൾ വാട്ട് ഈസ് ഫ്രാഗ്മെൻറ്റേഷൻ? ഒരു ഡെഡ് മാറ്ററിൽ, ഡെഡ് ഓർഗാനിക് മാറ്റർ, കോംപ്ലക്സ് ഡെഡ് ഓർഗാനിക് മാറ്ററിൽ ഡെട്രിറ്റിവോർസ് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് പാർഷ്യലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡെട്രിറ്റസ് ഓർ ലിറ്റർ ഫോം ചെയ്യും. The formation of detritus is called fragmentation. അപ്പോൾ ഡെഡ് ബോഡി പാർഷ്യലി ഡീകമ്പോസ് ചെയ്തു. ഇറ്റ് ഈസ് കാൾഡ് ഫ്രാഗ്മെൻറ്റേഷൻ. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കിടക്കുന്ന ബോഡിയിലൂടെ വെള്ളം ഒഴുകുകയാണെങ്കിൽ, വാട്ടർ പെർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള സോളുബിൾ ഓർഗാനിക് മാറ്റർ എല്ലാം നഷ്ടപ്പെട്ടു പോകും. സോളുബിൾ ആയിട്ടുള്ള എല്ലാം ഡിസോൾവ് ആയി മണ്ണിനടിയിലേക്ക് പോകും. അപ്പോൾ അത് റെഡിലി അവൈലബിൾ ആകില്ല പ്ലാന്റ്സിന്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ലീച്ചിങ്. സെക്കൻഡ് വൺ. അപ്പോൾ ഫ്രാഗ്മെൻറ്റഡ് ബോഡിയിലൂടെ വെള്ളം ഒഴുകുമ്പോൾ വാട്ടർ ഫ്ലോയിങ് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിലുള്ള സോളുബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം പ്ലാന്റ്സിന് അൺഅവൈലബിൾ ആയിട്ട് നഷ്ടപ്പെടും, മണ്ണിനടിയിലേക്ക് പോകും, ഡീപ്പ് ആയിട്ട് പോകുന്നു അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് എന്ത് പേര് പറയുക? ലീച്ചിങ് എന്ന് പറയുക. ലീച്ചിങ്. അപ്പോൾ ഫസ്റ്റ് വൺ ഫ്രാഗ്മെൻറ്റേഷൻ, സെക്കൻഡ് വൺ വാട്ടർ ഒഴുകുമ്പോഴത്തേക്ക് അതിലുള്ള ഈ ഓർഗാനിക് മാറ്റേഴ്സ് അല്ല, സോളുബിൾ ഓർഗാനിക് മാറ്റർ നഷ്ടപ്പെടുന്നു, അതിന് പറയുന്ന പേര് ലീച്ചിങ്. ഇതിന് ശേഷമാണ് ആര് പ്രവർത്തിക്കുക? ഡീകമ്പോസേഴ്സ് ആയ ബാക്ടീരിയകൾ ആൻഡ് ഫംഗസ് വർക്ക് ചെയ്യുക. അപ്പോൾ ദാറ്റ് പ്രോസസ് ഇസ് കാൾഡ് കാറ്റബോളിസം. കാറ്റബോളിസം നമുക്കറിയാം ഒരു ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ്. ആനബോളിസം ബിൽഡിംഗ് പ്രോസസ്സും കാറ്റബോളിസം ബ്രേക്ക് ഡൗൺ പ്രോസസ്സും. അപ്പോൾ ആ ബ്രേക്ക് ഡൗണിലൂടെ കാറ്റബോളിസം എന്ന പ്രോസസ്സിലൂടെയാണ് എന്ത് നടക്കുക? കംപ്ലീറ്റ് ആയിട്ട് അത് ഡീകമ്പോസ് ചെയ്യുക. ദാറ്റ് ബൈ ദ ആക്ഷൻ ഓഫ് ഡീകമ്പോസേഴ്സ് ആ ഡെഡ് മാറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ദാറ്റ് ഈസ് കാൾഡ് കാറ്റബോളിസം. നെക്സ്റ്റ് വൺ, ഈ ബാക്ടീരിയകൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ബ്ലാക്ക് അമോർഫസ് സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നു. ബാക്ടീരിയകളുടെ വർക്കിങ്ങിൻ്റെ ഡീകമ്പോസിഷൻ്റെ ഫലമായിട്ട് ഒരു ബ്ലാക്ക് അമോർഫസ് സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നു. ദാറ്റ് സബ്സ്റ്റൻസ് ഈസ് കാൾഡ് ഹ്യൂമസ്. നമ്മുടെ പറമ്പിലൊക്കെ കാണാം പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ വീണ് അഴുകി കിടക്കുന്ന ആ മണ്ണിൽ നല്ല ഓർഗാനിക് മാറ്റേഴ്സ് കാണും. ആ മണ്ണ് അല്പം ബ്ലാക്ക് കളറിലായിരിക്കും കാണുക. ആ ബ്ലാക്ക് സോയിലിനെയാണ് എന്ത് പേര് പറയുക? ഹ്യൂമസ് എന്ന് പറയുക. ഡീകമ്പോസിഷൻ്റെ ഫലമായിട്ടാണ് ഈ ബ്ലാക്ക് അമോർഫസ് സബ്സ്റ്റൻസ് ഫോം ചെയ്യുക ഇൻ സോയിൽ. ദാറ്റ് ബ്ലാക്ക് അമോർഫസ് സോയിൽ ഈസ് കാൾഡ് ഹ്യൂമസ് ആൻഡ് ദ ഫോർമേഷൻ പ്രോസസ് ഈസ് കാൾഡ് ഹ്യൂമിഫിക്കേഷൻ. അപ്പോൾ ഫോർമേഷൻ ഹ്യൂമസ് ഈസ് കാൾഡ് ഹ്യൂമിഫിക്കേഷൻ. അപ്പോൾ 2 കാര്യങ്ങൾ, 3 സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ
ഡെട്രിറ്റസ് ഫോർമേഷൻ ഇസ് കോൾഡ് ഫ്രാഗ്മെന്റേഷൻ. അതിന് സഹായിക്കുന്ന ഡെട്രിറ്റിവോഴ്സ് ആണ്. ആൻസ്, ടെർമൈറ്റ്സ്, എർത്ത്വം, ക്രാബ് തുടങ്ങിയവയൊക്കെ ഇതിന് സഹായിക്കുന്ന ഡെട്രിറ്റസ് ഫോർമേഷൻ സഹായിക്കുന്നുണ്ട്. ദാറ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ഫ്രാഗ്മെന്റേഷൻ. ആ ഫ്രാഗ്മെന്റഡ് ഡെഡ് ബോഡീസിലൂടെ വാട്ടർ ഒഴുകുമ്പോഴത്തേക്ക് സോളബിൾ ഐറ്റംസ് ഒക്കെ നഷ്ടപ്പെടുന്നു. ഇറ്റ് ഇസ് കോൾഡ് ലീച്ചിങ്. നെക്സ്റ്റ് വൺ, ഡീകമ്പോസേഴ്സ് പ്രവർത്തിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആവുന്നു. ദാറ്റ് ഇസ് കോൾഡ് കാറ്റബോളിസം. ആസ് എ റിസൾട്ട് ഓഫ് കാറ്റബോളിസം ഒരു ബ്ലാക്ക് അമോർഫസ് സബ്സ്റ്റൻസ് കോൾഡ് ഹ്യൂമസ് ഈസ് ഫോംഡ് ആൻഡ് ദ ഫോർമേഷൻ ഹ്യൂമസ് ഈസ് കോൾഡ് ഹ്യൂമിഫിക്കേഷൻ. And the next one, last step is called mineralization. നമ്മൾ ബാക്ടീരിയകൾ പഠിക്കുന്നത്, ബാക്ടീരിയ പല ടൈപ്പുണ്ട്. ഡീകമ്പോസേഴ്സ് ഉണ്ട്, നൈട്രജൻ ഫിക്സേഴ്സ് ഉണ്ട്, മിനറലൈസേഴ്സ് ഉണ്ട്. അപ്പോൾ വീണ്ടും മറ്റു ചില ബാക്ടീരിയകളുണ്ട്, മിനറലൈസേഴ്സ് എന്നറിയപ്പെടുന്ന ബാക്ടീരിയ. ഈ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ എല്ലാം സിമ്പിൾ ഇനോർഗാനിക് ഫോമിലാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു. ആ ഇനോർഗാനിക് മോളിക്യൂൾസിനാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുക. അപ്പോൾ ഡീകമ്പോസിഷൻ്റെ ഫലമായിട്ട് മിനറൽസ് ഫോം ചെയ്യുന്നു. ദാറ്റ് ഫോർമേഷൻ ഓഫ് മിനറൽസ് ഇസ് കോൾഡ് മിനറലൈസേഷൻ. അപ്പോൾ ഇങ്ങനെ 5 സ്റ്റെപ്സാണ് ഡീകമ്പോസിഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ. അപ്പോൾ മിനറൽസിൻ്റെ ഫോമുലാരിയും പ്ലാന്റ്സ് ന്യൂട്രിയൻസ് എല്ലാം മണ്ണിൽ നിന്ന് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 5 സ്റ്റെപ്സാണ് അവർക്കുള്ളത് ഡീകമ്പോസിഷൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ കമ്പണൻസ് ഓഫ് എക്കോസിസ്റ്റത്തിൽ 2 പോയിന്റ്സ് പറഞ്ഞു. ഫസ്റ്റ് വൺ പ്രൊഡക്ടിവിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മറ്റ് പഠിക്കാനുള്ള ഹ്യൂമസ് ആൻഡ് ഡെട്രിറ്റസ് 2 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. Point is third component of ecosystem is energy flow. അപ്പോൾ തേർഡ് വൺ എനർജി ഫ്ലോ ആണ്. ഭൂമിയിലെ എനർജി ഫ്ലോ നടക്കുന്ന ഒരൊറ്റ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഫുഡ് ചെയിൻ. നമുക്കറിയാം സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സൺ ആണ്. പക്ഷേ സണ്ണിലുള്ള എനർജി മീൻസ് കൈനറ്റിക് എനർജി ഓഫ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നത് പ്ലാന്റ്സിന് മാത്രമാണ്. ആ സോളാർ എനർജിയെ പ്ലാന്റ്സ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ആ കെമിക്കൽ എനർജി എന്നിട്ട് അവർ എന്തായിട്ട് ഫുഡിൽ സ്റ്റോർ ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആണ്. ആ ഗ്ലൂക്കോസ് ഇസ് എ കെമിക്കൽ. അപ്പോൾ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ പ്ലാന്റ്സ് കൺവേർട്ട് കൈനറ്റിക് എനർജി ഓഫ് സൺലൈറ്റ് ഇൻ ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ കാർബോഹൈഡ്രേറ്റ്സ്. ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ രൂപത്തിലാണ് പിന്നെ അനിമൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെ അനിമൽസിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് എനർജി ഫ്ലോ. ശരിക്കും എനർജി ഫ്ലോ തുടങ്ങുന്നത് സൂര്യനിൽ നിന്നാണ്. ആ കൈനറ്റിക് എനർജിയാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എനർജി ഫ്ലോ നടക്കുന്ന കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ആ കെമിക്കൽ എനർജി പിന്നീട് കൺസ്യൂമേഴ്സിലേക്ക്, അനിമൽസിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ എനർജി ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എനർജി ഫ്ലോ നടക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഏതൊരു എക്കോസിസ്റ്റത്തിലുള്ളൂ, ദാറ്റ്സ് കോൾഡ് ഫുഡ് ചെയിൻ. എല്ലാ ഫുഡ് ചെയിൻസും ആരംഭിക്കുന്നത് ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നാണ്. കാരണം ഗ്രീൻ പ്ലാന്റ്സ് ആണ് എന്ത് ചെയ്യുക? കൈനറ്റിക് എനർജി ഓഫ് സൺലൈറ്റിനെ കൺവേർട്ട് ചെയ്ത് കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഫുഡ് ചെയിൻസ് ബിഗിൻ വിത്ത് ഗ്രീൻ പ്ലാന്റ്സ്. ഓൾ ദ ഫുഡ് ചെയിൻസ് ബിഗിൻ വിത്ത് ഗ്രീൻ പ്ലാന്റ്സ്. കാരണം ഗ്രീൻ പ്ലാന്റ്സ് ആർ ദി ഓൺലി പ്രൊഡ്യൂസേഴ്സ് ഓൺ എക്കോസിസ്റ്റം. അപ്പോൾ നോക്കുക, അതിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുക. എനർജി ഫ്ലോ നടക്കുന്ന ഒരേ ഒരു പ്രോസസ് ഫുഡ് ചെയിൻ ആണ്. വാട്ട് ഈസ് ഫുഡ് ചെയിൻ എന്ന് ചോദിച്ചാൽ നോക്കുക, അവിടെ food chain is the unidirectional flow of energy. Food chain is the unidirection means ഒരേ ദിശയിലേക്ക് മാത്രം. കാരണം ഗ്രീൻ പ്ലാന്റ്സിൽ നിന്ന് മാത്രമാണ്. ഗ്രീൻ പ്ലാന്റ്സിനെ നമുക്ക് പറയാം പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാം. പ്രൊഡ്യൂസേഴ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫ്രം പ്രൊഡ്യൂസേഴ്സ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഫുഡ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അതാണ് ഒരേ ഡയറക്ഷനിലേക്ക് പോകുക. യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ് ത്രൂ ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൺ.
തിന്നുകയും തിന്നപ്പെടുകയും. ഗ്രീൻ പ്ലാന്റ്സിനെ പ്രൈമറി കൺസ്യൂമേഴ്സ് കഴിക്കുന്നു, പ്രൈമറി കൺസ്യൂമേഴ്സിനെ സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ദെൻ ടെർഷ്യറി കൺസ്യൂമേഴ്സ്, അങ്ങനെ പോകുന്നു. അപ്പോൾ അതിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുക. വാട്ട് ഈസ് ഫുഡ് ചെയിൻ? ഫുഡ് ചെയിൻ ഈസ് ദി യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ്. ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത എനർജി ട്രാൻസ്ഫർ ചെയ്യുക ഒരു ദിശയിലേക്ക്, മീൻസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമർ ലെവൽ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് എന്ത് പറയുക? ഫുഡ് ചെയിൻ എന്ന് പറയുക. അപ്പോൾ പറയൂ, യൂണി ഡയറക്ഷൻ ഫ്ലോ ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ് ത്രൂ എ പ്രോസസ് ഓഫ് ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൺ. അങ്ങനെ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കൺസ്യൂമർ ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് എന്ത് പറയുക? ഫുഡ് ചെയിൻ എന്ന് പറയാം. നോർമലി ഒരു ഫുഡ് ചെയിനിൽ 3 ആൾക്കാരുണ്ടാകാം. പ്രൊഡ്യൂസേഴ്സ് കാണാം, കൺസ്യൂമേഴ്സ് കാണാം, ആൻഡ് ഡീകമ്പോസേഴ്സ് ഉണ്ടാകും. ഇങ്ങനെ 3 ആൾക്കാരുണ്ടാകും. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ് ഉണ്ടാകാം. പക്ഷേ ഈ ഡീകമ്പോസർ ഏത് ലെവലിൽ വേണമെങ്കിലും എത്താം. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നോക്കാം, ഗ്രാസ്. ഇതൊരു ഫുഡ് ചെയിനാണ്. ഫുഡ് ചെയിനിൽ ഇവിടുത്തെ പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഗ്രാസ് ആണ്. ഗ്രാസ് ഇസ് ആൻ ആട്ടോട്രോഫ്, സോ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫുഡ്. അപ്പോൾ ഫ്രം ഗ്രാസ് ഇവിടെ നിന്ന് ഫുഡ് ചെയിൻ ആരംഭിക്കുകയാണ്, മീൻസ് ഫുഡ് എനർജി ഫ്ലോ ആരംഭിക്കുകയാണ്. ഗ്രാസ് ഈസ് കോൾഡ് പ്രൈമറി പ്രൊഡ്യൂസർ. ഗ്രാസ് ഈസ് കോൾഡ് പ്രൈമറി പ്രൊഡ്യൂസർ. ബാക്കി റാബിറ്റ്, ഫോക്സ്, ടൈഗർ എല്ലാ പേരും കൺസ്യൂമേഴ്സ് ആണ്. Rabbit is called primary consumer, PC, primary consumer. Fox is called secondary consumer, and tiger is called tertiary consumer. അപ്പോൾ consumers തന്നെ and levels of organizations different types വരാം. Primary consumers, secondary consumers and tertiary consumers. ഇങ്ങനെ പല പല കൺസ്യൂമേഴ്സിലൂടെ പോയിട്ടാണ് അവസാനം ഡീകമ്പോസേഴ്സിൽ എത്തുക. പക്ഷേ ഇവിടെ ഏത് ലെവലിൽ നിന്ന് വേണമെങ്കിലും ആ എനർജി ഡീകമ്പോസേഴ്സിന് കിട്ടാം. ഏത് ലെവലിൽ വേണമെങ്കിലും ഡീകമ്പോസേഴ്സിൽ നിന്ന് കിട്ടാം. ഗ്രീൻ പ്ലാന്റ്സിൽ നിന്ന് ഡീകമ്പോസേഴ്സിലേക്ക് പോകാം. പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ ആൻഡ് ടെർഷ്യറി കൺസ്യൂമർ ഓരോ ലെവലിൽ നിന്നും ഡീകമ്പോസേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആ പ്രോസസ്സിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുക. ഫുഡ് ചെയിനിലുള്ള ഈ ഓരോ ഓർഗാനിസംസിനെയും പറയുന്ന പേര് ട്രോഫിക് ലെവൽസ് എന്നാണ്. ഈച്ച് ഓർഗാനിസം ഇൻ ഫുഡ് ചെയിൻ ഈസ് കോൾഡ് ട്രോഫിക് ലെവൽ. ഈച്ച് ഓർഗാനിസം ഇൻ ഫുഡ് ചെയിൻ ഈസ് കോൾഡ് ട്രോഫിക് ലെവൽ. അപ്പോൾ ട്രോഫിക് ലെവലിൽ ഫസ്റ്റ് ലെവൽ എപ്പോഴും പ്രൈമറി പ്രൊഡ്യൂസർ ആയിരിക്കും. പ്രൈമറി പ്രൊഡ്യൂസർ കംസ് അറ്റ് ഫസ്റ്റ് ട്രോഫിക് ലെവൽ. സെക്കൻഡ് ട്രോഫിക് ലെവൽ വരുന്നത് പ്രൈമറി കൺസ്യൂമർ ആയിരിക്കും. തേർഡ് ട്രോഫിക് ലെവൽ വരുന്ന സെക്കൻഡറി കൺസ്യൂമർ ആയിരിക്കും. ഫോർത്ത് ട്രോഫിക് ലെവൽ വരുന്ന ടെർഷ്യറി കൺസ്യൂമേഴ്സ് ആയിരിക്കും. അപ്പോൾ പക്ഷേ അവരുടെ സൈസ് കൂടുന്നു, അവരുടെ എനർജി റിക്വയർമെൻറ്റ് കൂടുതലാണ്. പക്ഷേ എപ്പോഴും എനർജി കൂടുതൽ കിട്ടുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സിനായിരിക്കും. കാരണം വെച്ചാൽ ഗ്രീൻ പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യുന്ന ഫുഡിൻ്റെ ബാക്കി സ്റ്റോർ ചെയ്യുന്നതെല്ലാം ആർക്ക് കിട്ടുന്നു? പ്രൈമറി കൺസ്യൂമേഴ്സിനാണ് കിട്ടുക. നമുക്കറിയാം അനിമൽസ് അവരുടെ അവൈലബിൾ എനർജിയുടെ 90% ഉപയോഗിക്കുമ്പോൾ പ്ലാന്റ്സ് ഓൺലി 50% മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓൺലി ഫോർ റെസ്പിറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ബാക്കിയുള്ളതിനെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നും പറഞ്ഞു. ആ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാണ് ഇവിടെ ആർക്ക് കിട്ടുന്നത്? റാബിറ്റ് ഓർ പ്രൈമറി കൺസ്യൂമറിന് കിട്ടുന്നത്. പക്ഷേ റാബിറ്റ് അതിൻ്റെ അവൈലബിൾ എനർജിയുടെ 90% ഉപയോഗിച്ചിട്ട് ബാക്കി 10% ആണ് നെക്സ്റ്റ് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഓരോ ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റ് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജിയുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10% ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അവിടെ ഒരു ലാ പഠിക്കാനുണ്ട്, ലാ ഓഫ് 10%. ലാ ഓഫ് 10% എന്ന ലാ പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് ലിൻഡിമാൻ എന്ന സയൻറ്റിസ്റ്റാണ് ആ ലാ പ്രപ്പോസ് ചെയ്തത്, ലിൻഡിമാൻ. അപ്പോൾ ലാ ഓഫ് 10% സ്റ്റേറ്റ്സ് ദാറ്റ് എഫിഷ്യൻസി ഓഫ് എനർജി ട്രാൻസ്ഫർ from one trophic level to next is about 10%. Law of 10% states that efficiency of energy transfer from one trophic level to the next is about 10%. കാരണം പ്ലാന്റ്സ് അവരുടെ അവൈലബിൾ എനർജി, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയുടെ 50% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ബാക്കി 50% പ്രൈമറി കൺസ്യൂമേഴ്സിലേക്ക് വന്നു. ബട്ട് കൺസ്യൂമേഴ്സ് അങ്ങനെയല്ല, 90% ഉപയോഗിച്ചിട്ട് ബാക്കി അടുത്ത ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓൺലി 10% മാത്രമാണ്. ആ ലോ പറയുന്ന പേരാണ് ലാ ഓഫ് 10%. അപ്പോൾ ലാ ഓഫ് 10% സ്റ്റേറ്റ്സ് ആറ്റ് എഫിഷ്യൻസി ഓഫ് എനർജി ട്രാൻസ്ഫർ അറ്റ് കൺസ്യൂമർ ലെവൽ ഈസ് 10% ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു ദ നെക്സ്റ്റ്. ഓരോ ട്രോഫിക്കിൽ നിന്ന് അടുത്തതിലേക്ക് പോകുന്നത് 10% മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അനിമൽസ് 90% ഉപയോഗിക്കുന്നു, അത് ഒരു കാര്യം ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവിടെ എനർജി നഷ്ടപ്പെടാറുണ്ട് ഒരു ട്രോഫിക്കിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അപ്പോൾ ഹീറ്റ് ലോസ് സംഭവിക്കാം. ഹീറ്റ് ലോസ് ഉണ്ടാകുമ്പോൾ എനർജി ലോസ് ഉണ്ടാകാം. അപ്പോൾ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോർമലി നമ്മുടെ എക്കോസിസ്റ്റത്തിൽ കാണുന്ന ഫുഡ് ചെയിൻസ് എല്ലാം ഷോർട്ട് ഫുഡ് ചെയിൻസ് ആയിരിക്കും.
ഷോർട്ട് ഫുഡ് ചെയിൻസ് ആകാനുള്ള കാരണം നമ്പർ ഓഫ് ട്രോഫിക് ലെവൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, നമ്പർ ഓഫ് ട്രോഫിക് ലെവൽ മീൻസ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും വേണ്ടുന്ന എനർജിയുടെ അളവ് കൂടുന്നു. അപ്പോൾ ഓരോരുത്തരും ഉപയോഗിച്ചിട്ട് ശേഷിക്കുന്നത് മീൻസ് റിമെയിൻ ചെയ്യുന്നത് മാത്രമേ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ടു മിനിമൈസ് ദി എനർജി ലോസ്, അല്ലെങ്കിൽ ടു കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ട്രോഫിക് ലെവൽസിൻ്റെ നമ്പർ കുറവായിരിക്കും യൂഷ്വലി. അപ്പോൾ ഫുഡ് ചെയിൻ ഒന്നുകൂടെ നോക്കുക. എനർജി ഫ്ലോ ആണ് നമ്മളുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. തേർഡ് കമ്പോണൻറ്റ് ഈസ് കോൾഡ് എനർജി ഫ്ലോ. എനർജി ഫ്ലോ നടക്കുന്നത് എവിടെ നിന്നാണ്? ഫുഡ് ചെയിനിലൂടെ മാത്രമേ നടക്കുന്നുള്ളൂ. ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഫുഡിലുള്ള എനർജി ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് നെക്സ്റ്റ് വണ്ണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ്. ആ പ്രോസസ്സാണ് ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൺ. ഒരേ ദിശയിലേക്ക് മാത്രമാണ് അത് പോവുക. അത് ഇറ്റ്സ് കോൾഡ് ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിൽ ഈച്ച് ഓർഗാനിസം ഈസ് കോൾഡ് ട്രോഫിക് ലെവൽ. അപ്പോൾ ഈച്ച് ഓർഗാനിസം ഇൻ ഫുഡ് ചെയിൻ ഈസ് കോൾഡ് ട്രോഫിക് ലെവൽ. ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഈസ് പ്രൈമറി പ്രൊഡ്യൂസർ, സെക്കൻഡ് ട്രോഫിക് ലെവൽ ഈസ് പ്രൈമറി കൺസ്യൂമർ, തേർഡ് ട്രോഫിക് ലെവൽ ഈസ് സെക്കൻഡറി കൺസ്യൂമർ ആൻഡ് ഫോർത്ത് ട്രോഫിക് ലെവൽ ഈസ് ടെർഷറി കൺസ്യൂമർ. ഡീകമ്പോസേഴ്സ് ഇവിടെ പറയുന്നില്ല, കാരണം ഇവിടെ ഏത് ലെവലിൽ നിന്ന് വേണമെങ്കിലും ഡീകമ്പോസേഴ്സിന് എനർജി ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ ലോ ഓഫ് 10% കൺസ്യൂമർ ലെവലിൽ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് പോകുന്ന എനർജിയുടെ അളവ് എന്ന് പറയുന്നത്, എഫിഷ്യൻസി എന്ന് പറയുന്നത് 10% ആയിരിക്കും. ആ ലോ പറയുന്ന പേരാണ് ലോ ഓഫ് 10%. പിന്നെ ഓരോ ട്രോഫിക് ലെവലിൽ നിന്ന്, ഇവിടെ ഗ്രാസിൽ നിന്ന് റാബിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്. ആ ട്രാൻസ്ഫറിൻ്റെ ഇടയ്ക്ക് അവിടെ ഹീറ്റ് ലോസ് സംഭവിക്കും, ഹീറ്റായിട്ട് എനർജി നഷ്ടപ്പെടാം. നെക്സ്റ്റ് പ്രൈമറി കൺസ്യൂമറിൽ നിന്ന് സെക്കൻഡറി കൺസ്യൂമറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഹീറ്റായിട്ട് നഷ്ടപ്പെടാം. സെക്കൻഡറി ടു ടെർഷറി പോകുമ്പോഴത്തേക്കും അവിടെ ഹീറ്റ് ആയിട്ട് എനർജി നഷ്ടപ്പെടാം. അപ്പോൾ ഓരോ ലെവലിലും എന്ത് ചെയ്യുക, ഹീറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എനർജി ഫ്ലോ എപ്പോഴും കാര്യക്ഷമമായിട്ട് നടക്കണമെങ്കിൽ, മീൻസ് കൂടുതൽ എനർജി സേവ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം, ഷോർട്ട് ഫുഡ് ചെയിൻസ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫുഡ് ചെയിനിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഫുഡ് ചെയിൻ ഓർത്ത് വെക്കുക. ഫുഡ് ചെയിനിൽ യൂഷ്വലി 3 പേര് ആണുള്ളത്. പ്രൊഡ്യൂസർ, ഇറ്റ്സ് കോൾഡ് പ്രൈമറി പ്രൊഡ്യൂസർ, കൺസ്യൂമർ ആൻഡ് ഡീകമ്പോസേഴ്സ്. കൺസ്യൂമേഴ്സ് തന്നെ 3 ടൈപ്സ്: പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ ആൻഡ് ടെർഷറി കൺസ്യൂമേഴ്സ്. ഇങ്ങനെ 3 തരത്തിൽ വരാം. നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന എല്ലാ ഫുഡ് ചെയിൻസും പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് എനർജി ഫ്ലോ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ ആബ്സെൻസ് ആ എക്കോസിസ്റ്റത്തെ ബാധിക്കില്ല. അതിന് കാരണം ഇൻ്റർ കണക്റ്റഡ് ആണ് ഫുഡ് ചെയിൻസ് എല്ലാം തന്നെ. അപ്പോൾ കോംപ്ലക്സ് ഇൻ്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻസ് ആർ കാൾഡ് ഫുഡ് വെബ് എന്ന് പറയും. വാട്ട് ഈസ് ഫുഡ് വെബ്? ഫുഡ് ചെയിൻസ് ഇൻ ആൻ എക്കോസിസ്റ്റം ആർ ഇൻ്റർ കണക്റ്റഡ്, പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ്, ഗ്രാസ് എന്നൊരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ മറ്റ് പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാം. ഹെർബിവോർസ് ആയിട്ട് ഒരു ആനിമൽ ഇല്ലെങ്കിൽ അതിന് പകരം വേറൊരു ഹെർബിവോർ ഉണ്ടാകും ആ എനർജി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ആ ഹെർബിവോറിനെ കഴിക്കുന്ന കൺസ്യൂമേഴ്സും അതുപോലെ തന്നെയാണ്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ലെവലിലെല്ലാം കൺസ്യൂമേഴ്സ് ഒന്നിന് പകരം മറ്റ് കൺസ്യൂമേഴ്സ് വരാം. അപ്പോൾ ഫുഡ് ചെയിൻസ് എല്ലാം തന്നെ ഇൻ്റർ കണക്റ്റഡ് ആണ്. അത്ര ഇൻ്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻസിനാണ് എന്ത് പേര് പറയുക, ഫുഡ് വെബ് എന്ന് പറയുക. അതിൽ അല്പം അത്രയേ ഉള്ളൂ.